നമസ്കാരം. ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ വെനസ്വേലയിലെ ഇടപെടൽ ഇപ്പോൾ വാർത്തയാണല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായി വെനസ്വേലയും അമേരിക്കയും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വർഷങ്ങളായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രു രാജ്യങ്ങളെ പോലെയാണ്. വെനസ്വേല അമേരിക്കയിലേക്ക് ലഹരിക്കടത്ത് നടത്തുകയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് അമേരിക്കൻ ആരോപണം. എന്നാൽ അമേരിക്കയുടെ ലക്ഷ്യം തങ്ങളുടെ രാജ്യത്തുള്ള എണ്ണ നിക്ഷേപമാണെന്നും അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ കടന്നുകയറുന്നു എന്നുമാണ് വെനസ്വേല ആരോപിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് അമേരിക്ക വെനസ്വേലയുടെ തലസ്ഥാനമടക്കമുള്ള നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത്. അമേരിക്കൻ സൈനികർ പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ച് നിക്കോളാസ് മഡ്യൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ബന്ദികളാക്കി ന്യൂയോർക്കിലേക്ക് കൊണ്ടുവന്ന് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതും അത് കുഴിച്ചെടുക്കാൻ തുടങ്ങിയതും അമേരിക്കൻ കമ്പനികളായിരുന്നു. മറഖൈബോ ബൈസണിൽ സുമാക് 1 എന്ന എണ്ണക്കിണർ 1914 പ്രവർത്തനക്ഷമമായതോടുകൂടിയാണ് വെനസ്വേലയുടെ വാണിജ്യ എണ്ണ ഉൽപ്പാദനത്തിന് തുടക്കമാകുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പെട്രോളിയം കമ്പനികൾ വെനസ്വേലയിൽ വൻ നിക്ഷേപം നടത്തി. സ്റ്റാൻഡേർഡ് ഓയിൽ, റോയൽ ഡച്ച് ഷെൽ തുടങ്ങിയ വിദേശ എണ്ണ കമ്പനികൾ വെനസ്വേല എന്ന എണ്ണയുടെ അക്ഷയ ഖനിയെ ഊറ്റിയെടുത്തു തുടങ്ങി. എണ്ണയുൽപാദനത്തിൻ്റെ അനന്ത സാധ്യതകളുള്ള ഒരു രാജ്യമെന്ന നിലയിൽ വെനസ്വേല സമ്പന്നതയുടെ പാതയിലേക്ക് പോകുമെന്ന് എല്ലാവരും ധരിച്ചു. വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണയുൽപാദക രാജ്യമായി മാറി. 1970കളിൽ പ്രതിദിനം 3.5 മില്യൺ ബാരൽ എണ്ണയാണ് വെനസ്വേല ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഒപെക് എന്ന എണ്ണയുൽപാദക രാജ്യങ്ങളുടെ സംഘടനയുടെ സ്ഥാപകാംഗമാണ് വെനസ്വേല. എണ്ണയുടെ അന്താരാഷ്ട്ര വില നിശ്ചയിക്കുന്നത് പോലും 60കൾ മുതൽ വെനസ്വേലയായിരുന്നു. എണ്ണക്കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒരു വശത്ത് വെനസ്വേലയെ ചൂഷണം ചെയ്യുക കൂടിയായിരുന്നു ആ സമയത്ത്. 1976ൽ ഹ്യൂഗോ ഷാവേസിൻ്റെ നേതൃത്വത്തിലുള്ള വെനസ്വേലയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എണ്ണയുൽപാദന മേഖല ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പെട്രോളിയം കമ്പനികളെ ചവിട്ടി പുറത്താക്കി വെനസ്വേലയുടെ പൊതുമേഖലാ സ്ഥാപനമായ പെട്രോളാസ് ഡി വെനസ്വേല എണ്ണ ഉൽപാദനം ഏറ്റെടുത്തു. കമ്പനിയുടെ സാങ്കേതിക ശേഷിയും കാര്യക്ഷമതയും വെനസ്വേലയുടെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കും എന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. എണ്ണ വിറ്റ് കിട്ടുന്ന വരുമാനം ക്ഷേമ പദ്ധതികൾക്ക് നൽകിയ ഷാവേസ് കൂടുതൽ ജനകീയനാവുകയും ചെയ്തു. എന്നാൽ എണ്ണയുടെ ആഗോള വിപണി നിയന്ത്രിക്കേണ്ട ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് പിന്നീട് തകർന്നടിയുന്നതാണ് ലോകം കണ്ടത്. 1980കളിൽ എണ്ണ വില ഇടിഞ്ഞത് വെനസ്വേലയ്ക്ക് തിരിച്ചടിയായി. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ പാർശ്വഫലമെന്ന പോലെ എണ്ണ ഖനനം ചെയ്യുന്ന ഏക പൊതുമേഖലാ സ്ഥാപനമായ പെട്രോളാസ് ഡി വെനസ്വേലയിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടായി. സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമതയെ അത് ഇല്ലാതാക്കി. കമ്പനി ലാഭത്തിന് പകരം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പ്രഖ്യാപിച്ച സാമ്പത്തിക ഉപരോധം വെനസ്വേലയുടെ നട്ടെല്ലൊടിച്ചു. ഭരണത്തിലെ അഴിമതി കൂടിയായപ്പോൾ രാജ്യം കടക്കണിയിലേക്ക് പോവുകയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തു. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. പക്ഷേ എണ്ണയുൽപാദനം കുറഞ്ഞു. ഉപരോധങ്ങൾ കാരണം കടുത്ത വിൽപ്പന സമ്മർദ്ദം. ചൈനയ്ക്കും റഷ്യയ്ക്കും തുച്ഛമായ വിലയ്ക്ക് എണ്ണ നൽകേണ്ടുന്ന അവസ്ഥ. ഷാവേസ് മാറി മഡ്യൂറോ വന്നിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമായില്ല, കൂടുതൽ രൂക്ഷമായതേയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പ്രകൃതി വിഭവങ്ങൾ ഏറെയുള്ള ഒരു രാജ്യത്തെ എങ്ങനെ നശിപ്പിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വെനസ്വേല. പാശ്ചാത്യ ചൂഷണവും അധിനിവേശവും അവസാനിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇന്ന് പ്രസിഡന്റിനെ അമേരിക്ക തൂക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും ചങ്ങലക്കിട്ട് നടത്തിക്കുന്നതുമെല്ലാം ലോകം കണ്ടു. ജയിലിൽ നടയിടി കിട്ടിയോ എന്നറിയില്ല. രാജ്യത്തെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കാലം കാത്തുവച്ച ശിക്ഷ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.